നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പല ദിവസങ്ങളിലും ഏദൻ തോട്ടവുമായി ബന്ധപ്പെട്ടും തേജസ്സിൻ്റെ മേൽ തേജസ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നും തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ഇന്നും ഏദൻ തോട്ടത്തിൽ തന്നെ ആരംഭിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. സ്തോത്രത്തോടുകൂടെ സ്തുതിയോടുകൂടെ തിരുവചനങ്ങൾ ധ്യാനിക്കാം. സ്തോത്രത്തോടുകൂടെ തിരുവചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. പകലിൽ കുളിർച്ചയാന വേളയിലെ തോട്ടത്തിൽ ഉലാവുകിற ദേവനാகிய കർത്തരുടെ സത്തത്തെ അവർകൾ കേട്ടാர்கள். മതി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. എപ്പോൾ? വെയിലാറിയപ്പോൾ. അപ്പോൾ വെയിലുണ്ട്, സൂര്യനുണ്ട്, ഓക്കെ, ഭൂമിയിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവർ ഏദൻ തോട്ടത്തിലാണ്. വെയിലാറിയപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ ആളത്വമായി നടക്കുന്ന ശബ്ദം അവർ കേട്ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അത്ര അടുത്ത ഒരു ബന്ധം, ദൈവം ആളത്വമായി ഒരാളിനെ പോലെ വ്യക്തിപരമായി ഇറങ്ങി വരുന്നൊരനുഭവം ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ്? നമ്മൾ ആ എക്സ്പീരിയൻസിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവം ആളത്വമായി ഇറങ്ങി വരുന്ന അനുഭവം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം, ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് തൻ്റെ മക്കളെ കൊണ്ടുവരുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ചില മനുഷ്യർ വിത്ത് ഗോഡ്, ദൈവത്തോടൊപ്പമാണ്. ചിലർ വിത്തൗട്ട് ഗോഡ്, ദൈവം ഇല്ലാതെയാണ്. നമ്മൾ ഏതിലാണ്? വിത്ത് ഗോഡാണോ വിത്തൗട്ട് ഗോഡാണോ? ദൈവത്തോടൊപ്പമാണോ ദൈവമില്ലാതെയാണോ? ദൈവത്തോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ, കൂട്ടായ്മകളിൽ ഇരിക്കുമ്പോൾ മാത്രം ദൈവം കൂടെ ഇരുന്നാൽ പോരാ. അല്ലാത്തപ്പോഴും ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അനുഭവം നമുക്ക് വേണം. ഹല്ലേലൂയ. കൂട്ടായ്മയുടെ മധ്യത്തിൽ മാത്രം ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം ഉണ്ടായാൽ പോരാ. പുറത്തായിരിക്കുമ്പോഴും, യാത്രകളിലായിരിക്കുമ്പോഴും, ജോലിയിലായിരിക്കുമ്പോഴും, ഭവനത്തിലായിരിക്കുമ്പോഴും, നാം എവിടെയായിരുന്നാലും ഏദൻ തോട്ടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഏദൻ തോട്ടത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വയ്ക്കും അതിലും മുകളിലുള്ള അനുഭവങ്ങളിലേക്ക് പോകുവാൻ അവസരമുണ്ടായിരുന്നു. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുകൊണ്ട്, ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് അതിലും ഉയർന്ന ലെവലിലേക്ക് പോകുവാൻ ദൈവം അവസരം വെച്ചിരുന്നു. പക്ഷേ അവർ പാമ്പിനോട് തോറ്റുപോയി, പാമ്പിൻ്റെ കൗശലത്തിൽ വീണുപോയി. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അനുഭവം പോലും നഷ്ടപ്പെട്ട് അവർ പുറത്തു വരേണ്ടി വന്നു. എന്നാൽ നമ്മെ കർത്താവ് ഏദൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, അതിനും മുകളിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ അനുഭവങ്ങളിൽ, ജീവജല നദിയുടെ അനുഭവങ്ങളിൽ കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക, ദൈവം മെത്രമായതെന്തോ നമുക്ക് തരുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലും ബെറ്റർ ആയിട്ടുള്ളതൊന്ന് നമുക്കായി തരുവാൻ കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ദൈവം കൂടെ നടക്കുന്ന ഒരു അനുഭവം എവിടെ ഉണ്ടായിരുന്നു? ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഏദന് പുറത്ത് മനുഷ്യരുണ്ട്, അവർക്ക് ദൈവം വിസിറ്റ് ചെയ്യുന്ന അനുഭവങ്ങളില്ല. ഏദനകത്തുള്ള മനുഷ്യർക്ക് ദൈവം വിസിറ്റ് ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ആദമും ഹവ്വയും പാപത്തിൽ വീണു, ദൈവകൃപയിൽ നിന്നും വീണു ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. എങ്കിലും പുറത്തായ മനുഷ്യരിൽ ചിലർ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കയറി വന്നവരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിലൊരു മനുഷ്യനാണ് ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ 7-ാം തലമുറക്കാരനായ ഹാനോക്കിനെ കുറിച്ച് വചനം പറയുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. തമിഴിൽ ഏനോക്ക് ദേവനോടെ സഞ്ചരിத்து കൊണ്ടിരിക്കയിൽ. ഓക്കെ, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. തമിഴ് വായിച്ചേ. കാണപ്പെടാമർ പോനാൻ, ദേവൻ അവനെ എടുത്തുകൊണ്ടാർ. അതെ, നോക്കിക്കേ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു.
ദൈവത്തോട് കൂടെ നടക്കുന്ന എക്സ്പീരിയൻസ്, അനുഭവം, അത് എവിടത്തെ അനുഭവമാണ്? ഏദനിലെ അനുഭവമാണ്. ഈ മനുഷ്യർ ഏദനിൽ നിന്ന് പുറത്തായെങ്കിലും 7ാം തലമുറക്കാരനായ ഹാനോക്ക് ഏദന്റെ അനുഭവത്തിൽ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ഏദന്റെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പോഴും ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏദന്റെ അനുഭവത്തിലേക്ക് കയറി വരാം. ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന അനുഭവങ്ങളിലേക്ക് കയറി വരാം. വീണ്ടും ഉയർന്ന സ്പിരിച്വൽ ലെവൽസിലേക്ക് നിങ്ങൾക്ക് കയറി വരാം. ദൈവം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തൻ്റെ മക്കൾക്കായി തുറന്നു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ലിമിറ്റും കർത്താവ് വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിലും കയറി വരാം. യു ആർ ഇൻവൈറ്റഡ്, യു ആർ വെൽക്കം. കർത്താവ് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ദേവനുടൻ ഉറവ് കൊണ്ട് ദിനം ദിനം വാഴ്ന്നിടുവാൻ, ഇമ്മയിലും മറുമയിലും ഇൻപത്തെ രുചിത്തിടുവാൻ, ദേവനുടൻ ഉറവ് കൊണ്ട് ദിനം ദിനം വാഴ്ന്നിടുവാൻ, ഇമ്മയിലും മറുമയിലും ഇൻപത്തെ രുചി തേടുവാൻ. ഓ ദേശമേ ഭയപ്പെടാതെ മകിഴ്ന്ന് കളിക്കൂറ്, ദേശമേ ഭയപ്പെടാതെ മകിഴ്ന്ന് കളിക്കൂറ്. എങ്ങനെ, എന്താ പാടിയേ? ഇമ്മയിലും മറുമയിലും, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും കർത്താവിനോട് കൂടെ സഞ്ചരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ജനമായിരിക്കും. മരിച്ച് സ്വർഗത്തിൽ പോയിട്ടല്ല, ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യത്തെ കൊണ്ടുവരുവാനുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. എനിക്ക് എത്രയും പെട്ടെന്ന് മരിച്ച് ദൈവസന്നിധിയിൽ എത്തിയാൽ മതി എന്ന് ആരൊക്കെയുണ്ട്? ഞാൻ ഈ ക്വസ്റ്റ്യൻ നേരത്തെയും ചോദിച്ചു അല്ലേ? എനിക്ക് പെട്ടെന്ന് മരിച്ച് ദൈവസന്നിധിയിൽ പോയാൽ മതി, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് എത്തിയാൽ മതി. ആ മൈൻഡിൽ ആരൊക്കെ ഇരിക്കുന്നു? ഒന്ന് കൈവർത്തിക്കാൻ. ഓക്കെ, മരിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണോ? അതേ ദൈവത്തോടുള്ള സ്നേഹം കൂടിയിട്ടാണോ? കർത്താവ് നമ്മളെ ഭൂമിയിൽ വച്ചിരിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തേജസ്സിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും വർദ്ധിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാനായി കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയിലും പഠിപ്പിച്ചു, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആ ദൗത്യത്തിന് വേണ്ടി കർത്താവ് നമ്മെ ഭൂമിയിൽ വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഒരു ദൗത്യത്തിന് വേണ്ടി ഭൂമി വെച്ചിരിക്കുമ്പോൾ ഭൂമി വന്നവർ പറയുകയാണ്, എനിക്ക് കർത്താവിൻ്റെ അടുത്ത് പോയാൽ മതി എന്ന്. അങ്ങനെ പറയരുത്. ഈ ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കാനുള്ളൊരു ദൗത്യം സഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കാലത്ത് കാണുന്ന ഒരു പ്രത്യേകത, അന്തിക്രിസ്തുവിനെ കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും സംസാരിക്കുമ്പോഴാണ് ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആളുകൾക്ക് കേൾക്കണ്ട. ഇപ്പോൾ ആരെക്കുറിച്ച് കേൾക്കണം? അന്തിക്രിസ്തുവിനെ കുറിച്ച്. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് കാലങ്ങളായി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ സഭ അതിനെ ജയിക്കുവാൻ വേണ്ടിയിട്ടാണ് സഭയെ കർത്താവ് ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചില പ്രവചനങ്ങളിൽ പറയുന്നത് പോലെ അതിപ്പോൾ സംഭവിക്കും, ഇപ്പോൾ സംഭവിക്കും എന്ന് ആരും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ദൈവപുത്രന്മാർക്കും ദൈവസഭയ്ക്കും എഴുന്നേറ്റ് വരാൻ സാധിക്കും. വേണമെങ്കിൽ വരാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭ, മണവാട്ടി സഭ അധികാരത്തോടെ ദൈവശക്തിയോടുകൂടെ തേജസ്സോടുകൂടെ ഭൂമിയിൽ വെളിപ്പെടുവാനുള്ള ഒരു കാലത്തിലേക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് അന്നു മുതലേ പറയുകയാണ്, ആ തീ
ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു തീ, പരിശുദ്ധാത്മാവിൻ്റെ തീ, ആത്മാവിൻ്റെ ഒരു തീ ഇപ്പോൾ തന്നെ ഇവിടെ കത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ തീ നമ്മിൽ കത്തട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ, ആ തീ എന്നിൽ കത്തണം. ഒരു തീയായി, ഒരു തീ ജ്വാലയായി, അഭിഷേകത്തിൻ്റെ തീയുള്ള ഒരു ദൈവ പൈതലായി ഞാൻ മാറണം എന്നൊരാഗ്രഹം ദൈവമക്കളായ നമ്മിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ആ തീയായി മാറും. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതലായി ഞാൻ മാറും. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതലായി ഞാൻ മാറും. അങ്ങനെ ഒരു ദൈവമക്കളായി കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഏദനിൽ ആദമും ഹവ്വയും ദൈവത്തോട് കൂടെ നടന്നു. എന്നാൽ അതിൽ നിന്നും അവർ വീണുപോയി. എന്നാൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്ത് സംഭവിച്ചു? മരണം കാണാതെ ശരീരത്തോടെ ദൈവം എടുത്തുകൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഹാനോക്കിൽ വർദ്ധിച്ചപ്പോൾ ശരീരത്തിൽ പോലും ആ ആത്മാവിൻ്റെ ഒരു രൂപാന്തരം സംഭവിച്ചു. ഇങ്ങനെയുള്ള ആത്മമനുഷ്യർ ധാരാളം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ ഇന്നും ആത്മാവിൽ പല ഏരിയാസിലും പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില സഭകൾ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു വച്ചിരിക്കുന്നവർ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ കർത്താവ് ചിലരെ ആത്മാവിൽ ശക്തരായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ രൂപാന്തര മലയിൽ മോശയും ഏലിയാവും ആത്മാവിൽ ഇറങ്ങി വന്നതുപോലെ ഈ കാലഘട്ടങ്ങളിലുള്ള ചില ദൈവത്തിൻ്റെ അഭിഷിക്തരെയും കർത്താവ് ആത്മാവിൽ ഉപയോഗിക്കുന്നുണ്ട്. ജീവനോടിരിക്കുന്നവരെയും ശരീരത്തിൽ മരിച്ചു കഴിഞ്ഞവരെയും കർത്താവ് ആത്മാവിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളും അങ്ങനെ ആത്മാവിൽ ഉപയോഗപ്പെടുന്നവരായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചില സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് തന്നിട്ടുണ്ട്. ഈ കൂട്ടായ്മയിലും കർത്താവ് തന്നിട്ടുണ്ട്. ബാബുജി ബ്രദറിനെ കാണുമ്പോൾ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. ബ്രദർ ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഈ മനുഷ്യനെ നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ് എക്സ്പീരിയൻസ്? ദൈവദൂതൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ ആത്മാവിലുള്ള അനുഭവങ്ങൾ ഒരു ആക്സിഡൻറ്റിലൂടെ ഫേസ് ചെയ്ത് അത് ആളത്വമായി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഇത് ഒരു എക്സാമ്പിൾ. ഇതുപോലെ എത്രയോ എക്സാമ്പിൾസ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ആളത്വമായി തൻ്റെ മക്കൾക്കായി ഇന്നും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരെയും സ്പിരിറ്റിൽ ഉപയോഗിക്കുവാൻ, ആത്മാവിൽ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. ഞാനിവിടെ പ്രസംഗിക്കുന്നത് സുവിശേഷമല്ല. ഞാനിവിടെ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തോട്, ആട്ടിൻ തൊഴുത്തിലെ ആട്ടിൻകൂട്ടത്തോടുള്ള ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സുവിശേഷം സഭയ്ക്ക് പുറത്ത്, സഭയ്ക്കകത്ത് മന്ന, ഉയർന്ന നിലവാരമുള്ള ആഹാരം, പാല്, അതുപോലെ കട്ടിയുള്ള ആഹാരങ്ങൾ ഒക്കെ സഭയ്ക്കകത്ത് കിട്ടും, തൊഴുത്തിനകത്ത് കിട്ടും. പുറത്ത് സുവിശേഷം. പുറത്തെന്താണ്? സുവിശേഷം. ചില ആളുകൾ സഭയ്ക്കകത്തും ഇന്നും സുവിശേഷം പ്രസംഗിച്ച് തീർന്നിട്ടില്ല. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുക. എവിടെയാണ് പ്രസംഗിക്കുന്നത്? സഭയ്ക്കകത്ത്. എന്താ, ഇതുവരെ വിശ്വസിക്കാത്ത ആളാണോ ഇതിനകത്ത് വന്നിരിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാത്ത ആളുകൾ ഇതിനകത്ത് വന്നിരിക്കേണ്ട. നിങ്ങൾ സഭയ്ക്ക് പുറത്തിരുന്നാൽ മതി. പുറത്തുനിന്ന് സുവിശേഷം കിട്ടി ഓക്കെ ആയിട്ട് അകത്ത് വന്നാൽ മതി. ഹല്ലേലൂയ. സഭയ്ക്ക് പുറത്ത് സുവിശേഷം, സഭയ്ക്കുള്ളിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം, ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ വചനം, ആത്മാവിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം സഭയ്ക്കുള്ളിൽ. ഹല്ലേലൂയ. ഇതുവരെയും കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ആ സ്വീകരിക്കുന്ന അനുഭവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജനം കയറി വരണം. ഏദനിൽ ദൈവത്തോട് കൂടെ നടന്ന അനുഭവം ഉണ്ടായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോട് കൂടെ നടക്കുവാൻ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, ഹൃദയത്തിനാഴത്തിൽ നിന്ന് പാടുക. ജീവിക്കും എത്ര ഭാഗ്യമേ, ആശ തന്നോടെന്നുമെൻ വർദ്ധിച്ചിടുന്നേ,
ആശ തന്നോടെന്നുമെൻ വർത്തിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാൻ കാംക്ഷിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാൻ കാംക്ഷിച്ചിടുന്നേ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം, ശരീരത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞതിന് ശേഷം യേശുവിനോട് കൂടെ വാഴാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കേണ്ട, ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ യേശുവോട് കൂടെ ഇരിക്കുന്ന അനുഭവത്തിനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിപ്പേ. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ഇരിക്കാം. കർത്താവ് എൻ്റെ കൂടെ വേണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ കൂടെ വേണം. ദൈവത്തിൻ്റെ ടോട്ടൽ പ്ലാനും അത് തന്നെയാണ്. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഏദനിൽ കർത്താവ് ആ പദ്ധതിയെ വെച്ചു. സാത്താൻ്റെ മുന്നിൽ പരാജയപ്പെട്ടവർ ആ പദ്ധതിയിൽ നിന്നും പുറത്തു വന്നു. എന്നാൽ ചിലർ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കയറി വരുന്നു. എന്നാൽ എല്ലാ മനുഷ്യരെയും ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, ദൈവത്തോട് കൂടെ വസിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് വിളിച്ചിരിക്കുന്നു. ആർ യു വിത്ത് ഗോഡ്? നിങ്ങൾ ദൈവത്തോട് കൂടെയാണോ? നിങ്ങൾ യേശുവിനോട് കൂടെയാണോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് കൂടെയാണോ? നിങ്ങൾ പിതാവിനോട് കൂടെയാണോ? കൂടെ ഇരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ആദ്യം മനസ്സിൽ ആഗ്രഹം നിറയട്ടെ. യേശുവോട് കൂടെ ഇരിക്കുന്ന അനുഭവത്തിലേക്ക്, എക്സ്പീരിയൻസിലേക്ക് ദൈവജനം കയറി വരണം. അതൊരു നോർമൽ എക്സ്പീരിയൻസ് അല്ല, അതൊരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ്. ഹല്ലേലൂയ. കയറി വരാം. ഇനി മറ്റൊരു മനുഷ്യനെ നോക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. நோவாவின் வம்ச வரலாறு. நோவா தன் காலத்தில் இருந்தவர்களுக்குள்ளே நீதிமானும் உத்தமனுமாயிருந்தான். நோவா தேவனோடே സഞ്ചരിத்து കൊണ്ടിരുந்தான். ഓക്കെ, നോക്കിക്കേ, ലാസ്റ്റ് ഭാഗം മാത്രം നോക്കിക്കേ. നോഹ ദൈവത്തോട്, എല്ലാവരും പറഞ്ഞേ, ബാക്കി പറഞ്ഞേ, കൂടെ നടന്നു. കൂടെ നടന്നു. അടുത്ത കൈ പിടിച്ച് പറഞ്ഞേ, ദൈവത്തോട് കൂടെ നടക്കാം. കൂടെ നടക്കണം. ഓക്കെ, ദൈവത്തോട് കൂടെ നടക്കണം. ഓക്കെ, ദൈവത്തോട് കൂടെ നടക്കണം. ആ, ഒറ്റയ്ക്ക് നടന്നാൽ പോരാ, ദൈവത്തോട് കൂടെ നടക്കണം. കൂടെ നടക്കാം. ഒരു കൂട്ട് വേണം. ദൈവത്തോടൊരു കമ്പനി വേണം. ദൈവത്തോട് റിലേഷൻഷിപ്പ് വേണം. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞു കൂടെയുണ്ടെന്ന്. നിങ്ങൾ ദൈവത്തോട് കൂടെയുണ്ടോ? നാം ദൈവത്തോട് കൂടെ ഇരിക്കാം. ഹല്ലേലൂയ. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥനെ അയക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. കൂടെ ഇരിപ്പാൻ, കൂടെ ഇരിപ്പാൻ, കൂടെ ഇരിക്കുന്ന അനുഭവം വേണം. കർത്താവ് തൻ്റെ ജനത്തെ ഒറ്റയ്ക്ക് വിടുവാൻ ദൈവത്തിന് പദ്ധതിയില്ല. ഒറ്റയ്ക്ക് വിടുവാൻ പ്ലാനില്ല. കൂടെ ഇരിപ്പാൻ, പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരിപ്പാൻ, യേശുവോട് കൂടെ ഇരിപ്പാൻ, പിതാവിനോട് കൂടെ ഇരിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഈ ലെവലിലേക്ക് കയറി വരാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അബ്രഹാമിന് ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവമല്ല, ഇടയ്ക്കിടയ്ക്ക് ദൈവം വിസിറ്റ് ചെയ്യുന്ന അനുഭവമാണ് അബ്രഹാമിനുള്ളത്. അബ്രഹാമിൻ്റെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് ദൈവം വന്നു പോകും. ഏദനിലും ആദാമും ഹവയും പോലും എപ്പോഴും കൂടെ ഇരിക്കുന്ന അനുഭവമല്ല. ദൈവം വെയിലാറിയപ്പോൾ വന്ന് വിസിറ്റ് ചെയ്തു പോകുന്ന എക്സ്പീരിയൻസ് ആണ് ആദാമിനും ഹവയ്ക്കും ഏദൻ തോട്ടത്തിൽ കിട്ടിയത്. ആ അനുഭവത്തിലാണ് അബ്രഹാമും ഇരിക്കുന്നത്. ദൈവം വന്ന് വിസിറ്റ് ചെയ്തു പോകും. എന്നാൽ ഹാനോക്കും നോഹയും അങ്ങനെയല്ല. അവർ അതിലും മുകളിലാണ്. അവർ ദൈവത്തോട് കൂടെ നടക്കുന്ന ഹയർ ലെവൽ എക്സ്പീരിയൻസിലേക്ക് കയറി വന്ന ദൈവ മനുഷ്യരാണ്. നോഹയും ഹാനോക്കും ദൈവത്തോട് കൂടെ നടന്നു. ആദാമിനെയും ഹവ്വയെയും വെയിലാറുമ്പോൾ ദൈവം വന്ന് വിസിറ്റ് ചെയ്തു പോകുന്നു. അബ്രഹാമിനെ
ഇടയ്ക്കിടെ ദൈവം വന്ന് വിസിറ്റ് ചെയ്യുന്നു, ദൈവദൂതന്മാർ വന്ന് വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ബേസിസിൽ ദൈവത്തിൻ്റെ വിസിറ്റിംഗ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മ ഒരു ജീവിതത്തിലുണ്ടാകുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് വേണോ, അല്ല ഹാനോക്കിനെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് കൂടെ നടക്കുന്ന എക്സ്പീരിയൻസ് വേണോ? നിങ്ങൾ മിനിമം സംസാരിക്കെങ്കിലും ചെയ്യൂ. ഹാനോക്കിനെ പോലെ കൂടെ നടക്കുന്ന എക്സ്പീരിയൻസ് വേണം. വേണമല്ലോ, വേണം. ഈ വേണമെന്ന് പറഞ്ഞാൽ അതിനെ വിട്ടുകളയരുത്. ചുമ്മാ പറഞ്ഞിട്ട് പോകാനല്ല, കൊണ്ടേ പോകാവൂ. അത് എടുത്ത് പറഞ്ഞ് വെറുതെ പറഞ്ഞാൽ പോരാ, വെറുതെ പറഞ്ഞാൽ പോരാ, കൊണ്ടുപോകണം, കൊണ്ടുപോകണം. ഉണ്ടേ ഞാൻ കേട്ടേ അதையே நான் தேடி ஆர்வமாய் நாடுகிறேன். ஒன்றே நான் கேட்டேன் அதையே நான் தேடி ஆர்வமாய் நாடுகிறேன். உயிரோடு வாழும் நாட்களெல்லாம் உம் பணி செய்திடுவே. உயிரோடு வாழும் നാട്കളെല്ലാം പണി ചെയ്തിടുവേ. ഓക്കെ, നോക്കുക. സങ്കീർത്തനക്കാരനായ ദാവീദിനും ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ട്. ദാവീദ് പറയുകയാണ് 23-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നടത്തുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നടക്കുന്നു. അതാണ് ദാവീദിൻ്റെ അനുഭവം. ചില പാളിച്ചകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നുവെങ്കിലും മറ്റൊരു വചനം ദാവീദിനെ കുറിച്ച് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 22. பின்பு அவர் அவனை தள்ளி தாவீதை அவர்களுக்கு ராஜாவாக ஏற்படுத்தி ஈசாயின் குமாரனாகிய தாவீதை என் இருதயத்துக்கு ஏற்றவனாக கண்டேன். നോക്കിക്കേ, എൻ ഇരുദയത്തുക്ക് ഏറ്റവനാക കണ്ടേൻ. ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒത്തുപോകുന്നൊരു മനുഷ്യനാണ് ദാവീദ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒത്തുപോകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒത്തുപോകണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒത്തുപോകണം. ദാവീദിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട്, ദാവീദ് എന്ന വ്യക്തി ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒത്തുപോകുന്നൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ. ലോക മനുഷ്യനല്ല, ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് അടിമയുമല്ല, പിശാചിൻ്റെ സ്വാധീനത്തിലുള്ള മനുഷ്യനുമല്ല. അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒത്തുപോകുന്നൊരു മനുഷ്യനാണ്. വീഴ്ചകൾ, ബലഹീനതകൾ, കുറ്റങ്ങൾ, കുറവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ അതെല്ലാം പരിഹരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത മനുഷ്യനായി കയറി വന്നൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ. കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ വന്നുപോയി എന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ട് ഓടിപ്പോകണ്ട. അതിനെ പരിഹരിച്ച് അതിലൊരു നിരപ്പ് പ്രാപിച്ച് ആമേൻ ദൈവത്തോട് ചേർന്ന് വരുവാൻ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. ഏറ്റെടുക്കുവേൻ. കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, ബലഹീനതകളുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാൻ ദൈവത്തിന് പ്ലാനില്ല. അതിനെ പരിഹരിച്ച്, അതിനെ കവർ ചെയ്ത്, അതിനെ കഴുകി, അതിനെ വെടിപ്പാക്കി നിന്നെ കൊള്ളാകുന്നവനായി നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നിന്നെ റെസ്റ്റോർ ചെയ്യുവാനാണ് ദൈവത്തിന് പദ്ധതിയുള്ളത്. മനുഷ്യൻ ചരിത്രത്തെ നോക്കി വിധി എഴുതുമ്പോൾ ദൈവം നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, നിൻ്റെ ഹൃദയം ഇപ്പോൾ എങ്ങനെയാണ്, നിനക്കുള്ള സമർപ്പണം ഇപ്പോൾ എങ്ങനെയാണ്, നിനക്കുള്ള സ്നേഹം ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോഴുള്ള കണ്ടീഷൻ നോക്കി ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കുകയാണ്. ചരിത്രത്തെ നോക്കി, പഴയ കാലത്തെ നോക്കി നിന്നെ അളക്കില്ല ദൈവം.
ദൈവം മനുഷ്യൻ നോക്കുന്നത് പോലെ നോക്കുന്നില്ല. ദൈവം മറ്റൊരു കണ്ണിലാണ് നോക്കുന്നത്. കഴിഞ്ഞതെല്ലാം പോകട്ടെ, ഇനി നീ റെഡിയാണോ ഒന്ന് നേരെയാക്കുവാൻ, ഒന്ന് നിരപ്പ് പ്രാപിക്കുവാൻ, കർത്താവിനുള്ള ബന്ധത്തിൽ കയറി വരുവാൻ? ഇനി നീ റെഡിയാണോ? റെഡിയാണെങ്കിൽ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. കയറി വാ. ലോകത്തിൽ നീ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ആർ യു റെഡി നൗ? ഇപ്പോൾ നീ തയ്യാറാണോ? ഇപ്പോൾ നീ റെഡിയാണോ? കർത്താവിൻ്റെ വിളിയെ ഏറ്റെടുക്കുവാൻ, കർത്താവിനോടൊരു ബന്ധമുണ്ടാക്കുവാൻ, കർത്താവിൻ്റെ കണക്ഷനിലിരിക്കുവാൻ നീ റെഡിയാണോ എന്ന് കർത്താവ് നിന്നെ തേടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു കണക്ടിവിറ്റിക്കായി, ഒരു റിലേഷൻഷിപ്പിനായി കർത്താവ് നിന്നെ തേടുകയാണ്. കർത്താവ് നിന്നെ ഹല്ലേലൂയ. വല്ലപ്പോഴും വന്ന് വിസിറ്റ് ചെയ്തു പോകുന്ന എക്സ്പീരിയൻസ് പോരാ. എപ്പോഴും കൂടെയിരിക്കുന്ന ഒരു അനുഭവം വേണം. ആരാധനകളിൽ മാത്രം ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജീവിതം പോരാ. അതിലപ്പുറം ഹല്ലേലൂയ. ചിലർക്ക് ചിലപ്പോൾ മാത്രം ഒരു വിസിറ്റേഷൻ, ചിലപ്പോൾ മാത്രം ഒരു സന്ദർശനം പോരാ. അതിലപ്പുറം എപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കൂടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായി ഏലിയാവിനെ കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം, ജെയിംസ് ചാപ്റ്റർ 5:17. യാക്കോബിൻ്റെ ലേഖനം പുതിയ നിയമത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഏലിയാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഏലിയാവിനെ കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. ഏലിയാവ് ഒരു മനുഷ്യനാണോ? അല്ല. ഏലിയാവിൽ എന്താണ് സ്പെഷ്യാലിറ്റി എന്നൊരു സംശയം ഏലിയാവിനെ കുറിച്ചുണ്ട്. വചനം വളരെ വ്യക്തമായി പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു ഏലിയാവ്. എന്നാൽ ദൈവത്തോട് ഒപ്പമുള്ള ഒരു ബന്ധം ഏലിയാവിൽ വർദ്ധിച്ചപ്പോൾ, ദൈവത്തിൻ്റെ തേജസ് അധികമായി ഏലിയാവിൽ വെളിപ്പെട്ടപ്പോൾ അവൻ നമ്മിൽ നിന്നും വ്യത്യസ്തനായി വെളിപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങളെയും ഒരു വ്യത്യസ്തനാക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തേജസ് നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ പഴയതുപോലെ ഇരിക്കില്ല. ഒരു വ്യത്യാസം നിങ്ങളിലുണ്ടാകും. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ തേജസ് നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളിൽ ഒരു വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ ക്യാരക്ടറിലൊരു വ്യത്യാസമുണ്ടാകും, നിങ്ങളുടെ ശരീരത്തിലൊരു വ്യത്യാസമുണ്ടാകും, മൈൻഡിലൊരു വ്യത്യാസമുണ്ടാകും, എല്ലാ തലങ്ങളിലും ഒരു ഡിഫറൻസ് ഉണ്ടാകും. ഏലിയാവ് നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ഏലിയാവ് വ്യത്യസ്തനായി വെളിപ്പെട്ടു. റീസൺ, ദൈവത്തോടുള്ള കണക്ഷൻ, ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഏലിയാവിനെ വ്യത്യസ്തനാക്കി. വ്യത്യസ്തനാവാൻ കർത്താവ് വിളിക്കുന്നു. യു ഹാവ് ടു ബി ഡിഫറൻറ്റ്. നീ ഒരു വ്യത്യസ്തനാകണം. നീ എല്ലാവരെയും പോലെ ഇരുന്നാൽ പോരാ. ലോകത്തിലുള്ള എല്ലാവരെയും പോലെ ഒരു ദൈവവൈതൽ ഇരുന്നാൽ പോരാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ആലയമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് ദൈവകൃപയിൽ വെളിപ്പെട്ടു വരുവാൻ, ഒരു ദൈവപുത്രനായി വെളിപ്പെട്ടു വരുവാൻ കർത്താവ് തൻ്റെ മക്കളിൽ പ്രതീക്ഷ വയ്ക്കുന്നു. ഹല്ലേലൂയ. കയറി വരാം, കയറി വരാം. തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ കയറി വരാം. ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു വരുവാൻ കയറി വരാം. ഹല്ലേലൂയ. ആ തേജസ് വെളിപ്പെടുമ്പോൾ ഒരു ദൈവപുത്രൻ വെളിപ്പെടും. മനുഷ്യൻ്റെ സ്വഭാവം വെളിപ്പെടില്ല. മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായി, സാധാരണ മനുഷ്യരിൽ നിന്നും മാറി ഒരു ദൈവികമായ സ്വഭാവം മനുഷ്യനിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യനിൽ വരുമ്പോൾ അവൻ സാധാരണ മനുഷ്യനിൽ നിന്നും മാറും. അവനൊരു ദൈവപുത്രൻ്റെ ലെവലിലേക്ക് ഉയരും. ദൈവപുത്രൻ്റെ സ്വഭാവം, ദൈവപുത്രൻ്റെ രീതികൾ, അവൻ്റെ സംസാരം, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഈ ദൈവപുത്രനിൽ വെളിപ്പെടും. ഒരു ദൈവപുത്രനായി വെളിപ്പെടുവാൻ കർത്താവ് തൻ്റെ മക്കളെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നും ഒരേ തട്ടിൽ
ഒരേ ലെവലിൽ ഇരുന്ന് ജീവിച്ച് അവസാനിപ്പിക്കുവാനല്ല കർത്താവ് തൻ്റെ മക്കളെ വിളിച്ചിരിക്കുന്നത്. മാറ്റങ്ങളിൽ നിന്നും മാറ്റങ്ങളിലേക്ക്, ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക്, ആത്മാവിൻ്റെ ഉയർന്ന തട്ടുകളിലേക്ക് കർത്താവ് തൻ്റെ മക്കളെ കണ്ടിട്ടുണ്ട്. അബ്രഹാമിൽ, നോഹയിൽ, ഹാനോക്കിൽ, ഏലിയാവിൽ ഈ ഡിഫറൻസ് നമുക്ക് കാണാം. ഈ വ്യത്യാസങ്ങൾ അനുഭവിക്കുവാൻ ഉയർന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസസിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുന്നു. ഹല്ലേലൂയ. ദാനിയേലിനെ നോക്കുവേൻ, 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ദാനിയേൽ 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ ദാനിയേൽ പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായി അടച്ചു കളഞ്ഞു. ദാനിയേലിനുള്ളൊരു പ്രത്യേകത നോക്കൂ. സിംഹത്തിൻ്റെ കൂട്ടിൽ ദാനിയേലിനെ കൊണ്ടിട്ടു. അടുത്തിരിക്കുന്നത് കൈയെടുത്ത് പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഉറങ്ങിയാൽ ഞാൻ എഴുപ്പിച്ച് നിർത്തും. ഓൺലൈനിൽ ഇരിക്കുന്നവരെല്ലാം ഇടയ്ക്ക് പ്രൈസ് ദ ലോർഡ്, ആമേൻ എന്നൊക്കെ പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടേ ഇരിപ്പേൻ. ഓക്കെ, നിങ്ങളെപ്പോലെ ഒരു കൂട്ടം ഓൺലൈനിൽ ഇരിപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ സ്തുതിയോടെ സ്തോത്രത്തോടു കൂടി ഇരിക്കണം, ആരാധനയോടുകൂടി ഇരിക്കണം. ആ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേലും ഏത് ദേശങ്ങളിലിരുന്നാലും നിങ്ങളുടെ മേലും ധാരാളമായി ഇറങ്ങി വരും. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ധാരാളമായി ഇറങ്ങി വരുന്നുണ്ട്. ആമേൻ. ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെ ആത്മീക അനുഭവങ്ങൾ കോയമ്പത്തൂരിലിരിക്കുന്നവർ, ബാംഗ്ലൂരിലിരിക്കുന്നവർ, മറ്റു സ്ഥലങ്ങളിലിരിക്കുന്നവരും അനുഭവിക്കുന്നു. നമ്മോടൊപ്പം മറ്റൊരു ലൊക്കേഷനിൽ ശരീരത്തിലിരിക്കുന്നു എന്നേ ഉള്ളൂ. ആത്മാവിൽ ഒരേ സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ഇരിക്കുന്നവർ ഉറങ്ങിയിരുന്നാൽ ഞാൻ എഴുപ്പിച്ച് നിർത്തും. എഴുന്നേറ്റ് നിന്ന് ഞാനും നിൽക്കും, നിങ്ങളും നിൽക്കും, നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രസംഗം കേൾക്കും. ഓക്കെ, ഹല്ലേലൂയ. ശരി. ദാനിയേൽ 6:22 സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായി അടച്ചു കളഞ്ഞു. ആര് വന്നു? ദൂതൻ വന്നു. ആര് വന്നു? ദൂതൻ വന്നു. എന്തുകൊണ്ട് ദൂതൻ വന്നു? ദാനിയേൽ എന്ന വ്യക്തിയുടെ മേലുള്ള ദൈവ സാന്നിധ്യം, ദാനിയേൽ എന്ന വ്യക്തിക്ക് ദൈവത്തോടുള്ള കണക്ഷൻ, അതിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ദൂതൻ വന്നത്. ദാനിയേലിനും ലെവലിൽ താഴെയുള്ള ഒരു ദൈവവേദനായിരുന്നുവെങ്കിൽ സിംഹം ഫുഡാക്കി കളയുമായിരുന്നു. പക്ഷേ സിംഹത്തിന് ദാനിയേലിനെ ഫുഡാക്കാൻ പറ്റിയില്ല. ദൂതൻ പറഞ്ഞു, സ്റ്റോപ്പ്, ഇത് ആള് വേറെയാണ്, ഇത് നിന്റെ പരിധിയിൽപ്പെട്ട ആളല്ല, സിംഹത്തിൻ്റെ ലെവലിൽപ്പെട്ട ആളല്ല ദാനിയേൽ, സിംഹത്തിൻ്റെ ലെവലിനും മുകളിലുള്ള ആളാണ് ദാനിയേൽ. അതുകൊണ്ട് സിംഹത്തിന് ദാനിയേലിനെ തൊടാൻ പറ്റിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ സിംഹത്തിൻ്റെ ലെവലിലുള്ള ആളുകളാണോ, അതിന് താഴെയുള്ള ആളുകളാണോ, അതിന് മുകളിലുള്ള ആളുകളാണോ? മിനിമം ഒരു പട്ടിയുടെ ലെവലിലെങ്കിലും കയറി വരണം. ഓക്കെ, പട്ടിയെങ്കിലും കടിക്കാതിരിക്കുന്ന ലെവലിലേക്ക് കയറി വരണം. വേണ്ടേ? അതുപോരാ, പട്ടിയല്ല, സിംഹത്തിൻ്റെ ലെവലിന് മുകളിൽ കയറി വരണം. ആമേൻ. ഡിഫറൻറ്റ് ലെവലിലുള്ള, വ്യത്യസ്തമായ തലങ്ങളിലുള്ള ദൈവ മനുഷ്യരെ തിരുവചനത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നിങ്ങളും കയറി വരുവാൻ, നമ്മളും കയറി വരുവാൻ, നമ്മൾ ഉയർന്ന ലെവലിലേക്ക് കയറി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴിനടത്തിക്കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ തീ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ വർദ്ധിക്കണമെന്ന്, നമ്മളത് ചുമക്കണമെന്ന്, നമ്മിൽ അത് പെരുകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയയെ നോക്കൂ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യത്തിൽ, ലൂക്കോസ് 1:46 മറിയ പറയുകയാണ്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. അടുത്ത വാക്യം കൂടെ, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഉള്ളം, ആത്മാവ്. ഉള്ളം ദൈവത്തെ മഹിമപ്പെടുത്തുന്നു, ആത്മാവ് ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ദൈവത്തെ മഹിമപ്പെടുത്താത്ത ഉള്ളമുള്ളവർക്ക് അവരുടെ ആത്മാവ് ദൈവത്തിൽ ഉല്ലസിക്കില്ല. നിങ്ങളുടെ ഉള്ളം ദൈവത്തെ മഹിമപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളം
ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു ആഗ്രഹത്തിലും താല്പര്യത്തിലും ഇൻട്രസ്റ്റിലും ക്രേസിലും ഇരിക്കുന്നുണ്ടോ, ആത്മാവ് ശക്തിപ്പെടും. ആത്മാവ് ദൈവത്തിൽ എൻജോയ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മറിയയെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു? മറിയയ്ക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. ഉള്ളം, ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു ഉള്ളം മറിയയ്ക്കുണ്ടായിരുന്നു. കർത്താവിനെ മഹത്വപ്പെടുന്ന ഒരു ഹൃദയം മറിയയ്ക്കുണ്ടായിരുന്നു. കർത്താവിനെ ബഹുമാനിക്കുന്ന ഒരു ഹൃദയം മറിയയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മറിയയെ ഒരു ഉപകരണമായി ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായി മാറുവാൻ, മറിയയും അതിൻ്റെ പങ്കാളിയായി മാറുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ, ഓക്കെ, അവർ പത്രോസിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ. എങ്ങനെ, എന്താണ് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഐഡൻറ്റിറ്റി? എന്താണ്? അവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നവർ. ശരീരത്തിൽ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആ ഒരു കണക്ഷനിലും പത്രോസും യോഹന്നാനും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് സിറ്റുവേഷൻ? ഒരു മുടന്തനെ നടക്കുമാറാക്കി. ഒരു മുടന്തൻ എഴുന്നേറ്റ് കുതിച്ച് ചാടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. എപ്പോൾ? പത്രോസ് അവനെ ഉറ്റുനോക്കിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ ഒരു ദൈവശക്തി പുറപ്പെട്ടു. ഒരു അസാമാന്യമായ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. യേശുവിനോട് കൂടെ ഇരുന്നതിൻ്റെ റിസൾട്ടാണ്. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ഇരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ, മിറക്കിൾസ് നടക്കും. യേശുവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവമുണ്ടോ, അത്ഭുതങ്ങൾ നടക്കും. തടസ്സങ്ങൾ മാറിപ്പോകും. സൂപ്പർ നാച്ചുറലായിട്ടുള്ള അനുഭവങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ, സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് നാച്ചുറലായി മാറും. ലോക മക്കൾക്ക് നാച്ചുറലായത് നമുക്ക് നാച്ചുറൽ അല്ല. ലോക മക്കൾക്ക് സൂപ്പർ നാച്ചുറലായുള്ളത് നമുക്ക് നാച്ചുറൽ. കർത്താവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. നോർമൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ നടക്കും. അത് കോമൺ. അത്ഭുതം ദൈവമക്കൾക്ക് ഒരു അത്ഭുതമല്ല, ദൈവമക്കൾക്ക് അത് കോമൺ. ആമേൻ. ഹല്ലേലൂയ. അത്ഭുതം ലോകമക്കൾക്കാണ് അത്ഭുതം, ദൈവമക്കൾക്കത് ക്വയറ്റ് കോമൺ, ക്വയറ്റ് നാച്ചുറൽ. അതൊരു നോർമൽ പ്രോസസ്സിംഗ് ആണ്. കാരണം സൃഷ്ടാവായ ദൈവം എവിടെയുണ്ടോ, ആ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവിടെ വിടുതലുണ്ടാകും, അവിടെ സൗഖ്യമുണ്ടാകും. നോർമൽ മനുഷ്യന് ഡോക്ടർ കൈവിട്ടാൽ അത് അസാധ്യം. എന്നാൽ ഒരു സൂപ്പർ നാച്ചുറൽ മനുഷ്യന് ഡോക്ടർ കൈവിട്ടാൽ അത് നാച്ചുറലായി തന്നെ അവനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ. മരുന്നിനെ കൊണ്ട് കഴിയാത്തത്, ഡോക്ടറിനെ കൊണ്ട് കഴിയാത്തത്, പണത്തിന് കഴിയാത്തത്, മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് യേശുവിന് കഴിയും. യേശു ഇന്നും വെളിപ്പെട്ടു വരുന്നു. തൻ്റെ മക്കളിലൂടെ, തൻ്റെ സഭയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം, യേശുവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ തേജസ് ഇന്നും വെളിപ്പെട്ടു വരികയാണ്. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. തൻ്റെ ജനത്തിനായി, സ്തുതിക്കുന്ന മക്കൾക്കായി, ആരാധിക്കുന്ന മക്കൾക്കായി വഴികൾ, വാതിലുകൾ തുറന്നു വരും. സ്വർഗം കർത്താവ് തുറക്കും. സ്വർഗീയ ഭണ്ഡാരത്തെ കർത്താവ് തുറക്കും. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ കർത്താവ് തുറക്കും. അത്ഭുതങ്ങളെ കർത്താവ് തൻ്റെ മക്കൾക്കായി, സ്തുതിക്കുന്ന മക്കൾക്കായി, ആരാധിക്കുന്ന മക്കൾക്കായി കർത്താവ് ഇന്നും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ, മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ, എടുത്തത്. ഓക്കെ. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യേശുവിൻ്റെ ജനനത്തിങ്കൽ യേശുവിന് പേരിടുമ്പോൾ ദൂതൻ പറയുകയാണ്, അവൻ എന്ത് പേർ വിളിക്കും? ഇമ്മാനുവേൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഗോഡ് വിത്ത് അസ്. ദൈവം
നമ്മോട് കൂടെ. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അത് തന്നെയായിരുന്നു. എന്നാൽ ആ പദ്ധതിയിൽ നിന്നും അവർ പുറത്തു വന്നു. പക്ഷേ ഹാനോക്ക് അതിനെ ജയിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നോഹ അതിനെ ജയിച്ചു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. നമ്മെയും ദൈവത്തോട് കൂടെ നടക്കുന്ന എക്സ്പീരിയൻസിലേക്ക് കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മോട് കൂടെ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. കർത്താവ് പറയാണ്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. കർത്താവ് കൂടെ വാസം ചെയ്യും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതിനായി നമ്മളെ ഒരുക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ആർ യു റെഡി ടു ബി വിത്ത് ഗോഡ്? ദൈവത്തോട് കൂടെ ഇരിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. കർത്താവ് കൂടെ ഇരിക്കുന്ന എക്സ്പീരിയൻസിലേക്ക്, കർത്താവിനോട് കൂടെ ഇരിക്കുന്ന എക്സ്പീരിയൻസിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. കയറി വരുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, 18-ന്റെ 20-ൽ കർത്താവ് പറയുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. എങ്ങനെ? ഞാൻ അവരുടെ നടുവിലുണ്ട്. പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ വിട്ടു പോകാതെ വണ്ണം നമ്മെ ക്രമീകരിക്കുവാൻ, ദൈവത്തിൻ്റെ മനസ്സിനൊത്ത മനുഷ്യരായി നമ്മെ ദൈവത്തിൻ്റെ വചനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മനസ്സിന് ഒത്ത മനുഷ്യരായി, ദൈവത്തിൻ്റെ മനസ്സിന് അലൈൻഡ് ആയിട്ടുള്ള മനുഷ്യരായി കർത്താവ് നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരോട് കൂടെയുണ്ട്. ഇന്ന് നിങ്ങൾ ആരുടെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു? ഇരുന്ന് ആലോചിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് യേശു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അതൊരു അനുഗ്രഹമാണ്. അത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതൊരു ഗ്ലോറി ഉള്ളതാണ്. അതൊരു മഹത്വമുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ യേശു അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മെ ആത്മാവിൽ ബലപ്പെടുത്തുന്നതാണ്, ആത്മാവിൽ ശക്തരാക്കുന്നതാണ്, ദൈവത്തിൻ്റെ തേജസ് വർദ്ധിപ്പിക്കുന്നതാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ നാം കൂടി വന്നിരിക്കുന്നു. അടുത്ത് കേട്ടെന്ന് പറഞ്ഞ്, യേശു നമ്മോട് കൂടെയുണ്ട്. കരഞ്ഞു കരഞ്ഞ് പറയരുത്, സന്തോഷത്തോടെ പറയണം. യെസ്, യേശു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഒരു ദൈവബദലിന്റെ ഹൃദയം ആനന്ദിക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. ചില ആളുകൾക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയാലേ സന്തോഷം വരുള്ളൂ. ചില ആളുകൾക്ക് ടൂർ പോയാലേ സന്തോഷം വരുള്ളൂ. ചില ആളുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ ഇഞ്ചി കഴിച്ച കുരങ്ങനെ പോലെയാണ് ഇരിക്കുന്നത്. അറിയാമോ ഇഞ്ചി കഴിച്ച കുരങ്ങൻ്റെ കാര്യം? അറിയാമോ? ചിരിക്കില്ല, ഒരു സന്തോഷവും കാണില്ല. ഒരു എന്തോ ആരോ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്ന പോലെയാണ്. അങ്ങനെ ഇരിക്കരുത്. കർത്താവിൻ്റെ പാദം എൻജോയ് ചെയ്യേണ്ടുന്നൊരു സ്ഥലമാണ്. കർത്താവിൽ സന്തോഷിക്കേണ്ടുന്നൊരു സ്ഥലമാണ്. Rejoice in the Lord always, and again I say rejoice. Oh, rejoice in the Lord always, and again I say rejoice. Rejoice, rejoice, and again I say rejoice. Rejoice, rejoice, and again I say rejoice. Rejoice in the Lord always, and again I say rejoice. Amen,
rejoice in the Lord always, and again I say rejoice. കർത്താവിൽ സന്തോഷിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാൻ ദൈവം തൻ്റെ ജനത്തെ വചനത്താൽ ചിട്ടപ്പെടുത്തുകയാണ്, വചനത്താൽ രൂപാന്തരപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന, വചനത്തിൽ സന്തോഷിക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ കർത്താവ് പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകമുള്ള, അഭിഷേകത്തിൽ ആനന്ദിക്കുന്ന, അഭിഷേകത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം ദൈവജനത്തെ, ഒരു ദൈവസഭയെ കർത്താവ് പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. Thank you, Jesus. Thank you, Jesus. Rejoice in the Lord. കർത്താവിൽ സന്തോഷിക്കാം, യേശുവിൽ സന്തോഷിക്കാം, ആ സാന്നിധ്യത്തിൽ സന്തോഷിക്കാം, ആ മഹത്വത്തിൽ സന്തോഷിക്കാം, ആ തേജസ്സിൽ സന്തോഷിക്കാം. Thank you, Holy Spirit. Thank you, Jesus. Thank you, Father. യേശുവിലുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ദൈവവചനത്തിലുള്ള സന്തോഷം, ദൈവമക്കൾ അതിൽ തന്നെ ആനന്ദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. അത് കേൾക്കും തോറും, അതിനെക്കുറിച്ച് ഓർക്കും തോറും ഒരു ദൈവ മഹത്വം നമ്മെ നിറയ്ക്കും, ദൈവ സാന്നിധ്യം നമ്മെ നിറയ്ക്കും. ഹല്ലേലൂയ. ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ വന്നു, ചെന്നൈയിൽ നിന്നും ഒരു പാസ്റ്റർ. അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുകയാണ്, ഞാനൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ആമേൻ. ദൈവവചനങ്ങൾ സംസാരിക്കുമ്പോൾ, ആമേൻ, ആ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ്, ഐ എക്സ്പീരിയൻസ് സംതിങ് സ്ട്രേഞ്ച്. ഞാൻ ആമേൻ ഒരു വ്യത്യാസമായുള്ളത് എന്തോ ഞാൻ അനുഭവിക്കുകയാണ്. നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൈവജനം തിരിച്ചറിയും, ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയും, ദൈവത്തിൻ്റെ തേജസ്സിനെ ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയും. അത് ദൈവജനം ആകാംക്ഷയോടുകൂടെ, ഉത്സാഹത്തോടുകൂടെ ഏറ്റെടുക്കും. ഹല്ലേലൂയ. മരക്കട്ടകളെ പോലെ അവർക്കിരിക്കാൻ പറ്റില്ല. അടുത്ത നീക്കെടുത്ത് പറഞ്ഞേ, മരക്കട്ടകളെ പോലെ ദൈവ സാന്നിധ്യത്തിൽ ഒരു ദൈവ വൈതലിന് ഇരിക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അവർ തുടിച്ചുകൊണ്ടിരിക്കും, അവർ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാന്നിധ്യം വർദ്ധിക്കുവാൻ, ആ മഹത്വം വർദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഉള്ളം ആകാംക്ഷയോടെ ദാഹിച്ച് വാഞ്ചിച്ചു കൊണ്ടേയിരിക്കും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഒരു ദാഹം, കർത്താവിൻ്റെ സാന്നിധ്യത്തിനായ ഒരു ദാഹം, കർത്താവിൻ്റെ ആ മഹത്വത്തിനായ ഒരു ദാഹം, കർത്താവിൻ്റെ ആ ഒരു അഭിഷേകത്തിനായ ഒരു ദാഹം, കർത്താവിൻ്റെ ആ ഒരു ശക്തിക്കായ ഒരു ദാഹം ദൈവജനത്തിൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരണം, ധാരാളമായി പെരുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവജനത്തിന് സ്തുതിക്കുവാൻ ഒരു മടി ഉണ്ടാവുകയില്ല, ആരാധിപ്പാൻ മടി ഉണ്ടാവുകയില്ല. അവൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കില്ല, അവൻ ആരാധിക്കും, അവൻ സ്തുതിക്കും. ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. കർത്താവിൽ സന്തോഷിക്കുന്ന, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന, ദൈവത്തിന്റെ അഭിഷേകത്തിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽക്കുവേൻ, എഴുന്നേൽക്കുവേൻ. ദൈവത്തിന്റെ മക്കളായി, കർത്താവിൽ ഉല്ലസിക്കുന്ന ദൈവത്തിന്റെ ജനമായി എഴുന്നേൽക്കുവേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. He is here. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Father. Thank you, Jesus. Thank you, Lord Jesus. Thank you, Holy Spirit. Thank you, Lord Jesus. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-17 വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ ദൈവം എന്തിനാണ് തന്നു എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് പറയുന്നു. മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്തിന്? നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. പരിശുദ്ധാത്മാവ് കൂടെ ഇരിപ്പാൻ ഒരു ഒരുക്കം നമുക്ക് വേണം. ഹല്ലേലൂയ.
അതിനെക്കുറിച്ച് ചിന്തയും വിചാരവും ഇല്ലാത്തവരോട് കൂടെ പരിശുദ്ധാത്മാവ് ഇരിക്കില്ല. പരിശുദ്ധാത്മാവിനെ റെസ്പെക്ട് ചെയ്യുന്ന, ആ സാന്നിധ്യത്തെ മാനിക്കുന്ന, അതിനൊരു ബഹുമാനത്തെ കൊടുക്കുന്ന വ്യക്തികളോട് കൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് ഇരിക്കുകയുള്ളൂ. ഹിസ് എ വെരി ജെന്റിൽമാൻ. യു ഹാവ് ടു ഇൻവൈറ്റ് ഹിം. ആ പരിശുദ്ധാത്മാവിനെ നീ ക്ഷണിക്കണം, നീ ദൈവത്തെ സ്തുതിക്കണം. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവ്, സ്തുതികളുടെ മധ്യത്തിൽ വാസം ചെയ്യുന്ന കർത്താവ്. നിന്റെ ഉള്ളത്തിൽ സ്തുതിയുണ്ടോ, നിന്റെ ഉള്ളത്തിൽ ആരാധനയുണ്ടോ എങ്കിൽ നിന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യും. താങ്ക് യു ജീസസ്. സ്തുതിയുള്ള മക്കളിൽ, ആരാധനയുള്ള മക്കളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യും. ആരാധനയിൽ കൂട്ടായ്മകളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചിട്ട് പോയാൽ പോരാ. അസൈവാടും ആവി മാത്രം പോരാ, പരിവർത്തിക്കുന്ന ആത്മാവ് മാത്രം പോരാ. വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ അവൻ കർത്താവ് നമ്മുടെ മേൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. സ്വഭാവം നന്നായില്ല എങ്കിൽ, ലോക സ്വഭാവത്തിൽ നിന്നും പുറത്തു വന്നില്ല എങ്കിൽ, ജഡീക സ്വഭാവത്തിൽ നിന്നും പുറത്തു വന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് കൂടെ വസിക്കില്ല, ഉള്ളത്തിൽ വസിക്കുകയില്ല. പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വസിക്കണമോ, വചനപ്രകാരം എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ടയുണ്ടാകട്ടെ, ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകട്ടെ, ഒരു ഡിസിപ്ലിൻ ഉണ്ടാകട്ടെ, എങ്കിൽ പരിശുദ്ധാത്മാവ് കൂടെ വസിക്കും. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴുള്ള എന്തെങ്കിലും അനുഭവങ്ങളിൽ മാത്രം തൃപ്തിപ്പെടണ്ട. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ പല എക്സ്പീരിയൻസസ് ഉണ്ടാകും. തീയായി അനുഭവിക്കും, ഭയങ്കര ഐസിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ഓക്കെ, പലതരത്തിലുള്ള അനുഭവങ്ങൾ, ഒരു ഇലക്ട്രിക് ഷോക്കിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ സംഭവിക്കും. അതിൽ തൃപ്തിപ്പെടേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന എവിടേക്കെന്നറിയാമോ? പരിശുദ്ധാത്മാവ് കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, അവൻ ഏലിയാവ് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, നോഹ ദൈവത്തോട് കൂടെ നടന്നതുപോലെ, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് കർത്താവ് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൂടെ നടക്കാം, കൂടെ നടക്കാം, യേശുവോട് കൂടെ നടക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവസാനത്തെ ഒരു വാക്യം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. மேலும் பரலோகத்திலிருந்து உண்டான ஒரு பெரும் சத்தத்தை கேட்டேன். அது இதோ மனுஷர்களிடத்திலே தேவனுடைய வாசஸ்தலம் இருக்கிறது, அவர்களிடத்திலே அவர் வாசமாயிருப்பார், அவர்களும் அவருடைய ஜனங்களாயிருப்பார்கள். தேவன் தாமே அவர்களோட கூட இருந்து அவர்களுடைய தேவனாயிருப்பார். ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ കൂടാരം. നിങ്ങൾ ദൈവത്തിന്റെ കൂടാരത്തിലാണോ? ദൈവത്തിന്റെ കൂടാരത്തിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ വിസിറ്റ് ചെയ്ത കർത്താവ് ഹാനോക്ക് കൂടെ നടന്ന അനുഭവത്തിൽ അനുഭവിച്ച ആ അനുഭവം, നോഹ കൂടെ നടന്ന ഒരു അനുഭവം. എന്നാൽ അബ്രഹാമിനെ വിസിറ്റ് ചെയ്ത കർത്താവ് നമ്മെ കർത്താവ് വിളിക്കുന്നു അടിക്കടി വിസിറ്റ് ചെയ്യുവാനല്ല, എപ്പോഴും കൂടെ ഇരിക്കുവാൻ, കൂടെ വസിക്കുവാൻ കർത്താവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, കൂടെ വസിക്കുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് കർത്താവ് തൻ്റെ ജനത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. സ്തുതിയുണ്ടോ? സ്തോത്രമുണ്ടോ? ആരാധനയുണ്ടോ? അവിടെ കർത്താവ് വസിക്കും. സ്തുതിക്കുന്ന ഒരു ഉള്ളമുണ്ടാകട്ടെ, ആരാധിക്കുന്ന ഒരു ഉള്ളമുണ്ടാകട്ടെ, ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു ഉള്ളമുണ്ടാകട്ടെ, എങ്കിൽ കർത്താവ് നിന്നിൽ വസിക്കും. നിന്നിൽ ദൈവം വസിപ്പാണ്ടൊക്കെ വേണം, നിന്നിൽ പരിശുദ്ധനും വസിപ്പാണ്ടൊക്കെ വേണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എപ്പോഴും ഓൾവേസ് എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ജീസസ്, ജീസസ്, ജീസസ്. ഇപ്പോൾ മാത്രം പോരാ, കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ മാത്രം പോരാ, ആരാധിക്കുമ്പോൾ മാത്രം പോരാ, എപ്പോഴും ഓൾവേസ് എപ്പോഴും ഞാൻ യഹോവയെ ആരാധിക്കും, ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഒരു തീരുമാനം ഉണ്ടാകട്ടെ, ഒരു ദാഹം ഉണ്ടാകട്ടെ, ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ജീസസ്, ജീസസ്. കൂടെ വസിക്കുന്ന കർത്താവ്, ഞങ്ങൾ
അവൻ്റെ അടുക്കൽ വന്ന്, എങ്ങനെ? അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. നിനക്കെതിരെ മന്ത്രവാദങ്ങൾ ഫലിക്കുന്നുണ്ടോ? എന്തുകൊണ്ടെന്നറിയാമോ? കർത്താവ് നിന്നിൽ വസിക്കുന്നില്ല, കർത്താവ് നിന്റെ കൂടെ ഇല്ല. അടിക്കടി കർത്താവിൻ്റെ എക്സ്പീരിയൻസ് നിനക്ക് ഉണ്ടാകുന്നതായിരിക്കാം, പക്ഷേ കർത്താവ് നിന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് പൈശാചിക ശക്തികൾ, ദുഷ്ടശക്തികൾ, ബലഹീനാത്മാക്കൾ അതെല്ലാം നിന്നെ ബാധിക്കുന്നു. അവൻ എതിർ പ്രാർത്ഥനകൾ, അവൻ മന്ത്രവാദ ശക്തികൾ, അവൻ ദൈവ പൈതലെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് നിന്നിൽ വസിക്കുന്നുവെങ്കിൽ, അതിനായി നീ നിന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ബാധിക്കുകയില്ല. അത് എവിടെ നിന്നാണോ വരുന്നത് അത് അവിടേക്ക് തിരികെ പോകും. അത് എന്ത് ഉദ്ദേശത്തോടെയാണോ വരുന്നത് അത് വന്ന സ്ഥലത്തേക്ക് തിരികെ പോകും. അവിടെ അതിന്റെ ഡാമേജസ് ഉണ്ടാകും. കൂടെ വസിക്കാം, കൂടെ വസിക്കാം. യേശുവോട് കൂടെ ഇരിക്കുന്ന എക്സ്പീരിയൻസിലേക്ക് തന്റെ ജനത്തെ കർത്താവ് കൈപിടിച്ചുയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കമോൺ, കയറി വരുവൻ. കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ വസിക്കുന്ന കർത്താവ്, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. സ്തുതിക്കുന്നവർ ഉള്ളമുണ്ടാകട്ടെ, ആരാധിക്കുന്നവർ ഉള്ളമുണ്ടാകട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ഉള്ളമുണ്ടാകട്ടെ, ആരാധിക്കുന്നവർ ഉള്ളം, സ്തുതിക്കുന്നവർ ഉള്ളം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു മനസ്സ്. ആമേൻ, 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 ആമേൻ. ആരാധനയിൽ കൂട്ടായ്മ ഇരിക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ഉള്ളം നമുക്ക് വേണം. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ കൂടാരം. ആ എക്സ്പീരിയൻസിലേക്കാണ് കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും തിന്ന് കുടിച്ച് ആനന്ദിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കുവാനല്ല കർത്താവ് ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തോട് കൂടെ വസിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ മുന്നോട്ട് പോകുവാനാണ് കർത്താവ് നമ്മെ ആയുസ്സും ആരോഗ്യവും തന്ന് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ മറ്റ് പലവിധമായ കെണികളിലും കുടുക്കുകളിലും അകപ്പെടും. ആ ലക്ഷ്യത്തിലേക്ക് കയറി വരാം. കർത്താവിനോട് വസിക്കുന്ന, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ആ അനുഭവത്തിലേക്ക് കയറി വരാം. മറ്റെല്ലാ കെണികളിൽ നിന്നും, എല്ലാ കുടുക്കുകളിൽ നിന്നും ദൈവജനത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വരുമ്പോൾ ശത്രുവിന്റെ ശക്തികൾ തകർന്നു പോകും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വരുമ്പോൾ അവൻ തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഉറവകളെ കർത്താവ് തുറന്നുവിടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച ധ്യാനിച്ച ഒരു വേദഭാഗം കൂടെ നിങ്ങൾക്കായി പറഞ്ഞ് ഞാൻ ആ വചന ധ്യാനം അവസാനിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം. അതിൽ യഹോശാഫാത്ത് എന്ന രാജാവ് യുദ്ധം വന്നപ്പോൾ 2 കൂട്ടർ, അമോനിയർ, മോവാബ്യർ, 2 പേർ അവർക്കെതിരെ യുദ്ധത്തിന് വരികയാണ്. എന്നാൽ രാജാവ് എങ്ങനെയുള്ളവനാണ്? ദൈവഭയമുള്ളവനാണ്, ദൈവഭക്തനാണ്. അവന് സൈന്യമുണ്ടെങ്കിലും ആ സൈന്യത്തെ വിളിച്ചുകൊണ്ട് നേരെ യുദ്ധം ചെയ്യാൻ പോയില്ല. അതിനു മുന്നായി രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ ആ സൈന്യത്തിൻ്റെ മുന്നിൽ നടന്ന് 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 ദൈവത്തെ സ്തുതിക്കുവാനായി ഏർപ്പെടുത്തി. എങ്ങനെ? അടുത്ത കഴിവ് പിടിച്ച് പറഞ്ഞേ. നടന്ന് 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 ദൈവത്തെ സ്തുതിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇവർക്കെതിരെ വന്ന കൂട്ടങ്ങൾക്കെതിരെ ദൈവം തൻ്റെ കൈ നീട്ടി. എപ്പോ? ദൈവജനം ദൈവത്തെ സ്തുതിച്ചപ്പോൾ. ഹല്ലേലൂയ. ഈ ജനം ദൈവത്തെ നടന്ന് നടന്ന് സ്തുതിച്ചപ്പോൾ ശത്രു സംഹരിക്കപ്പെട്ടു. ഇവർ സംഹരിച്ചില്ല, ദൈവം സംഹരിച്ചു. സ്തുതിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ പോയി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ശത്രു വീണ് കിടക്കുന്നു, അവൻ മരിച്ചു കിടക്കുന്നു. അങ്ങനൊരു കാഴ്ചയാണ് ഇവർ ആരാധിച്ച് കഴിഞ്ഞു പോയി നോക്കിയപ്പോൾ കാണുന്നത്. നടന്ന് 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 ദൈവത്തെ സ്തുതിച്ച ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടുവെങ്കിൽ, ദൈവ പൈതലേ, നടക്ക്. ദേശങ്ങളിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ മുറികളിൽ, നിന്റെ വീടിന് ചുറ്റും, നിന്റെ ദേശത്ത് ദൈവം നിനക്ക് എവിടെയെല്ലാം അവസരങ്ങൾ തരുന്നുവോ നടന്ന് 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 ദൈവത്തെ സ്തുതിക്ക്. യാത്രകളിൽ ദൈവത്തെ സ്തുതിക്ക്. ആരാധനയോടുകൂടെ നീ സഞ്ചരിക്ക്. ഒരു ദൈവ പൈതൽ ആരാധനയോടെ, സ്തുതിയോടെ, ദൈവ സാന്നിധ്യത്തോടുകൂടെ ചലിക്കുമ്പോൾ തന്നെ ദേശത്തിലൊരു ശുദ്ധീകരണം സംഭവിക്കും. ദേശത്തിലൊരു യുദ്ധമുണ്ടാകും. പൈശാചിക മണ്ഡലങ്ങളെ കർത്താവ് തകർത്തുകളെ. അവൻ മന്ത്രതന്ത്രങ്ങളെ കർത്താവ് തകർത്തുകളെ. ദുഷ്ട ആഭിചാര ശക്തികളെ കർത്താവ് തകർത്തുകളെ. ദേശാധിപതി ശക്തികളെ കർത്താവ് തകർത്തുകളെ.
പിശാചിന്റെ സിംഹാസനങ്ങളെ കർത്താവ് താഴെ തള്ളിയിടും. സാത്താന്റെ സിംഹാസനങ്ങൾ താഴെ വിടും. വെല്ലുവിളിക്കുന്ന, ഭീഷണി മുഴക്കുന്ന, അമേൻ അമേൻ ചാലഞ്ച് ചെയ്യുന്ന പൈശാചിക മണ്ഡലങ്ങളെ കർത്താവ് തകർത്തുകളെയും. ആരാധിക്കുന്ന ദൈവവൈതൽ എവിടെയുണ്ട്? സ്തുതിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ട്? അമേൻ. വെല്ലുവിളിക്കുന്ന ശത്രു താഴെ വീഴും. അമേൻ അമേൻ. നശിപ്പിക്കാൻ വരുന്ന ദുഷ്ടൻ താഴെ വീഴും. അമേൻ. വെല്ലുവിളിക്കുന്ന ശത്രു നശിച്ചു പോകും. അമേൻ. വെല്ലുവിളിക്കുന്ന ശത്രു, അമേൻ, നശിപ്പിക്കുവാൻ വരുന്ന ശത്രു, കൊല്ലുവാൻ വരുന്ന ശത്രു, മുടിക്കുവാൻ വരുന്ന ശത്രു, അവൻ തകരണമോ? ദൈവത്തിൽ നീ ആരാധിക്കുക, നീ സ്തുതിക്കുക. ആരാധിക്കുമ്പോൾ കർത്താവ് നിന്റെ മേൽ വാസം ചെയ്യും. ആരാധിക്കുമ്പോൾ നിനക്കെതിരെ വരുന്ന ദുഷ്ടശക്തി തകർന്നു പോകും. നിനക്കെതിരെ വരുന്ന വെല്ലുവിളികളെ കർത്താവ് നോക്കിക്കൊള്ളും. വലിയൊരു നന്മയുടെ ഉറവ കർത്താവ് നിനക്കായി തുറന്നു തരും. അതിന്റെ പിന്നിൽ നീ ജയിക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. സൈന്യത്താലല്ല, ബലത്താലുമല്ല, യഹോവയുടെ ആത്മാവാലത്രേ. എവിടെ സ്തുതിയുണ്ട്, എവിടെ ആരാധനയുണ്ട്, അവിടെ പരിശുദ്ധാത്മാവ് ചലിക്കും. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാകും, തടസ്സങ്ങൾ മാറിപ്പോകും. അവൻ ഏത് പ്രതികൂലത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ഏത് പ്രതിസന്ധിയിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ശത്രു അവിടെ നിൽക്കട്ടെ. ദൈവവൈതലേ, നീ ആരാധിച്ചു തുടങ്ങ്, നീ സ്തുതിച്ചു തുടങ്ങ്, നീ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങ്. ശത്രുവിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മഹത്വത്തിന്റെ കരം നിനക്കായി ഇറങ്ങി വരണമോ? നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്, നീ ദൈവത്തെ ആരാധിച്ചു തുടങ്ങ്. വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, ആരാധിക്കണം. സ്തുതിക്കുന്ന ഒരു ദൈവവൈതലായി മാറണം. അതിനായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തുതികളുടെ മധ്യത്തിൽ വാസം ചെയ്യുന്ന കർത്താവ്. സ്തുതി എവിടെയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടാകും. ആരാധന എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തോട് കൂടെ നടപ്പാൻ, ദൈവത്തോട് കൂടെ വസിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു. കൂടെ നടക്കാം, കൂടെ വസിക്കാം. ആമേൻ. ഈ വചനങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാം. യെസ്, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. എൻ്റെ ഉള്ളം കർത്താവിനെ ആരാധിക്കും. ഞാൻ കർത്താവിനെ സ്തുതിക്കും. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വാസം അവൻ എൻ്റെ ഉള്ളത്തിലുണ്ടാകണം. എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാസം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ കയറി വരണം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തിൻ്റെ കൂടാരത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അവൻ കയറി വരുവൻ, ദൈവത്തിൻ്റെ കൂടാരത്തിലേക്ക് കയറി വരുവൻ. കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് കയറി വരുവൻ.